വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ കസ്റ്റേർഡ് മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കസ്റ്റർഡ് പൗഡർ കലക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടിട്ട് കസ്റ്റർഡ് പൗഡർ കലക്കിയ മിക്സ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് കട്ടിയാവേണ്ട, കുറച്ച് ലൂസാവണം. അത് ചൂടാറാൻ വേണ്ടി നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ബ്രെഡാണ് വേണ്ടുള്ളത്. ആവശ്യത്തിനുള്ള ബ്രെഡ് ഞാനിത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു 16 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുത്ത് നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത്. മിൽക്കും കൂടെ ചേർത്ത് ഇതുപോലെ മാറ്റി വെക്കണം. എന്നിട്ട് ഇതുപോലുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡിൻ്റെ സ്ലൈസസും ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസിൻ്റെ മുകളിലായിട്ട് കസ്റ്റർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ. പിന്നീട് നമ്മൾ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് ചെയ്ത മിക്സ് ഉണ്ടല്ലോ, അതും ചേർത്തൊന്ന് നല്ലതുപോലെ ആക്കി കൊടുക്കുക. പിന്നീട് ഞാൻ രണ്ടാമത്തെ ലെയറും ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ 3 ലെയർ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ കട്ട് ചെയ്യാതെ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അതും എളുപ്പവഴിയാണ്, ഇതും എളുപ്പവഴിയാണ്. ഞാനൊരു ഇച്ചിരി കൂടുതലിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചത്. രണ്ടാമത്തെ ലെയറിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിൽ കസ്റ്റർഡ് മിൽക്കും പിന്നീട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തു. അതുപോലെ മൂന്നാമത്തെ ലെയറും ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീമെല്ലാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കുറച്ച് ഡേറ്റ്സും പിന്നീട് കുറച്ച് നട്ട്സും ബദാമും കാഷ്യൂസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത നട്ട്സാണ്. അതും കൂടെ മുകളിലായിട്ട് നമുക്കൊന്ന് ടോപ്പിങ്ങിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വയ്ക്കാം. അങ്ങനെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന് സെറ്റായി നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. കാണുമ്പോഴേ കൊതി വരുന്നുണ്ട്. അങ്ങനെ നമുക്കിത് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്നൊരു പുഡിങ് തന്നെയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി വെക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് അറേബ്യൻ പുഡിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.